നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 1-ലെ പടയുടെ കെടുതി എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പാഠഭാഗം നോക്കിയ മക്കളെ, മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകൾ പിന്നണിയിൽ ഉണ്ടാവും. പാട്ടുപാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിൽ ഒന്നാണ് തുള്ളൽ. തുള്ളൽ പാട്ടുകൾ നല്ല കവിതകളുമാണ്. ഈ തുള്ളൽ പാട്ടുകൾ താളത്തിൽ ചൊല്ലൂ. പടയുടെ കെടുതി കുഞ്ചൻ നമ്പ്യാരുടെ പ്രദോഷ മാഹാത്മ്യം തുള്ളലിലെ ഒരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം. ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി, നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി, കണ്ടച്ചാരുടെ മുണ്ടും പോയി, ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി, കേളച്ചാരുടെ വാളും പോയി, കാളൻ നായുടെ ചങ്ങല പോയി, ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരികകളഞ്ഞേ ചോടിപ്പോന്നു. കോന്തിച്ചേട്ടനു കുന്തം പോയി, കോന്തിക്കവനുടെ കൊടുവാൾ പോയി, ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പടപിരിയുമ്പോൾ. കുഞ്ചൻ നമ്പ്യാരുടെ പ്രദോഷ മാഹാത്മ്യം തുള്ളലിലെ വരികളാണ് പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത്. കഥയിലെ പ്രധാന കഥാപാത്രമായ ധർമ്മഗുപ്തൻ നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കുന്നതിനായി വിദർഭയിലെ സാല്വ രാജാവിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ധർമ്മിഷ്ഠനായ അദ്ദേഹം നാട്ടിലെ ആളുകൾക്ക് യുദ്ധം മൂലം വലിയ നാശനഷ്ടങ്ങൾ വരാനിടയുണ്ടെന്ന് മുൻകൂട്ടി കാണുന്നു. അരുതെന്ന് വിലക്കും മുമ്പ് ചില ഭടന്മാർ നാട്ടുകാർക്ക് ദോഷങ്ങൾ ചെയ്യും. അതിനാൽ തൽക്കാലം പടയിൽ പങ്കെടുക്കാത്തവർ ഏതാനും ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നും വിലപ്പെട്ടവയെല്ലാം മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നും നിർദ്ദേശിക്കുകയാണ് ധർമ്മഗുപ്തൻ. തുടർന്ന് ഓരോ പട പിരിയുമ്പോഴും കേൾക്കുന്ന സങ്കടങ്ങളെയും വിവരിക്കുന്നു. ഈ ഭാഗമാണ് പാഠത്തിൽ കൊടുത്തിരിക്കുന്നത്. പാഠഭാഗം നോക്കിയ മക്കളെ, പടയുടെ കെടുതി. പട എന്നാൽ യുദ്ധം എന്നർത്ഥം. കെടുതി എന്നാൽ നാശം, വിപത്ത്, കഷ്ടത എന്നൊക്കെയാണ് അർത്ഥം. യുദ്ധം അവസാനിച്ചു പോകുമ്പോൾ കേൾക്കുന്ന സങ്കടങ്ങളെക്കുറിച്ചാണ് വളരെ ഹാസ്യാത്മകമായിട്ട് നമ്പ്യാർ ഈ പാഠഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും എന്തെല്ലാം നഷ്ടങ്ങളുണ്ടായെന്ന മക്കളെ നമ്പ്യാർ ഇവിടെ പറയുന്നത്. ഇട്ടിപ്പെണ്ണിന് കട്ടിലു പോയി, നെട്ടിപ്പെണ്ണിന് പെട്ടികൾ പോയി, കണ്ടച്ചാരുടെ മുണ്ടുപോയി, ചെണ്ടക്കാരുടെ ചെണ്ടകളും പോയി. കേളച്ചാർക്ക് എന്താ മക്കളെ നഷ്ടപ്പെട്ടത്? കേളച്ചാരുടെ വാളുപോയി, കാളൻ നായരുടെ ചങ്ങലയും പോയി. ചിരികണ്ടച്ചാർ എന്താ മക്കളെ ചെയ്തത്? ചുരിയ കളഞ്ഞിട്ട് ഓടിപ്പോന്നു. കോന്തിച്ചേട്ടന് കുന്തവും കൊടുവാളും നഷ്ടപ്പെട്ടു. ചേമ്പ് കിളച്ച് നടക്കുകയായിരുന്ന കൂട്ടുകാരൻ എന്താ ചെയ്തത്? തൂമ്പ കളഞ്ഞിട്ട് പോയി. ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തി പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് യുദ്ധം അവസാനിക്കുമ്പോൾ കേൾക്കാൻ കഴിയും.
ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്